4 പെൺകുട്ടികൾക്ക് മിന്നുകെട്ടാൻ അവസരമൊരുക്കി തലശ്ശേരിയിലെ MSA ബനാത്ത് യതീംഖാന. ഇതിനകം അനാഥകളും അഗതികളുമായ 200-ൽ പരം പെൺകുട്ടികളെ സംരക്ഷിച്ചു വരുന്ന MSM ബനാത്ത് യതീംഖാനയാണ് മഹത്തായ സംരംഭം ഒരുക്കിയത്. മതപണ്ഡിതന്മാർ പെൺകുട്ടികളെ കൈപിടിച്ച് നൽകിയപ്പോൾ അത് സമൂഹത്തിനു തന്നെ മാതൃകയായി. സ്ഥാപനത്തിൽ വെച്ച് നടന്ന 200 വിവാഹ ചടങ്ങുകളുടെ വാർഷികം കൂടിയായിരുന്നു നടന്നത്. മത സാമൂഹ്യ രംഗത്തെ പ്രശസ്ത വ്യക്തികളായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റായും സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ K അലിക്കുട്ടി മുസ്ലിയാർ ഹാജി PTP തങ്ങൾ, സമസ്ത മുഷറവറ അംഗം MV ഇസ്മയിൽ മുസ്ലിയാർ, സമസ്ത മുഷറവറ അംഗം അബ്ദുൽ സലാം ബാഗവി വടക്കേക്കാട്, ബഷീർ ഫൈസി ദേശമംഗലം എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും ഓണംപിള്ളി മുഹമ്മദ് ഫൈസി ജനറൽ സെക്രട്ടറിയായും KM സാഹദ് ട്രഷററായും നയിക്കുന്ന സ്ഥാപനമാണ് അന്തേവാസികൾക്കായി താലികെട്ടാൻ അവസരമൊരുക്കിയത്. VK ശ്രീകണ്ഠൻ MP, UR പ്രദീപ് MLA, അഡ്വക്കേറ്റ് VT ബൽറാം, ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് MD മനോജ് കടമ്പാട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മഹല്ല് യതീമുമാർ, രാഷ്ട്രീയ സാമൂഹിക സമുദായ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. അതായത് ഇവിടെ പഠിച്ചുപോയ പെൺകുട്ടികളുടെ ഏകദേശം 194ഓളം കുട്ടികൾ വിവാഹിതരായി, 196ഓളം കുട്ടികൾ വിവാഹിതരായി. ഈ കൂട്ടത്തോടു കൂടെ 200ാമത് കുട്ടികൾ വിവാഹം ചെയ്യപ്പെടുന്നു. അതായത് 200ാമത്തെ കുട്ടിയെ വിവാഹം ചെയ്യപ്പെടുന്നത് വലിയ സന്തുഷ്ടമായ ദിവസമാണ്. ഈ സ്ഥാപനം 1993-ലാണ് വളരെ പരിമിതമായ സൗകര്യങ്ങളിലായി മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ, അതായത് സംസ്ഥാന ബഹുമാന്യനായ KM മൗലവിയുടെ നേതൃത്വത്തിൽ അഭിനന്ദനായ സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളാണ് ഇതിൻ്റെ പ്രഥമ പ്രസിഡന്റ്. പിന്നീട് അതുപോലെ തന്നെ ഇതിൻ്റെ ജനറൽ സെക്രട്ടറിമാരായി സംസ്ഥാന കമ്മിറ്റിയുടെ മുഖാമുഖന്മാരായിരുന്നു. അങ്ങനെ തുടങ്ങിയ ഒരു വലിയ സ്ഥാപനമാണ് ഇന്ന്. ഇത് വളരെ വലുതായി വളരെ കൊണ്ടുവച്ച് നിൽക്കുന്നു. 200 വിവാഹങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നു എന്നതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ വലിയ പ്രത്യേകത. നമ്മുടെ ഈ കുട്ടികളെ അവർക്ക് ആവശ്യമായിട്ടുള്ള മതവിദ്യാഭ്യാസവും ധാർമ്മികമായിട്ടുള്ള അവരുടെ പരിചരണ കാര്യങ്ങളും, അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് എത്രത്തോളം ഉയരാനാവുന്നു അത്രത്തോളവും തന്നെ അവർക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും നൽകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.